നമസ്കാരം. ലോക മഹാത്ഭുതങ്ങളിലൊന്നായ ഇന്ത്യയിലെ വെണ്ണക്കൽ സ്മാരകം താജ്മഹൽ അത് നിർമ്മിക്കപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ഏവരിലും അതിശയമുണർത്തി തലയുയർത്തി നിൽക്കുകയാണ്. 1632 1653 ഇടയിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ അദ്ദേഹത്തിന്റെ പ്രിയപത്നിയായ മുംതാസിന്റെ ഓർമ്മയ്ക്കായി പണിതുയർത്തിയ താജ്മഹലിനെ സംബന്ധിച്ച് അധികം ആർക്കും അറിയാത്ത ഒരു വസ്തുതയുണ്ട്. അത് ആ സ്മാരകത്തിന്റെ യഥാർത്ഥ രൂപകൽപ്പനയുടെ അവിഭാജ്യ ഘടകമായിരുന്ന സ്വർണ്ണ കിരീടത്തെ സംബന്ധിച്ചുള്ളതാണ്. 466 കിലോഗ്രാം ഭാരമുള്ള ആ കിരീടം താജ്മഹലിന്റെ മധ്യഭാഗത്തെ താഴികക്കുടത്തിന്റെ മുകൾ ഭാഗത്തായാണ് സ്ഥാപിച്ചിരുന്നത്. പൂർണ്ണമായും ശുദ്ധമായ സ്വർണം കൊണ്ടുള്ള ആ കിരീടം താജ്മഹലിന്റെ അസാമാന്യ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടി. എന്നാൽ 1810 മുതൽ ആ സ്വർണ്ണ കിരീടം താജ്മഹലിന്റെ മുകളിൽ നിന്നും അപ്രത്യക്ഷമായി. ആ വർഷം ജോസഫ് ടൈലർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആ കിരീടം നീക്കം ചെയ്തുവെന്നും പകരം അതേ സ്ഥാനത്ത് ഒരു ചെറിയ കിരീടം സ്ഥാപിക്കുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 30 അടി ഉയരത്തിലായാണ് 466 കിലോഗ്രാം ഭാരമുള്ള ആ ഭീമൻ സ്വർണ്ണ കിരീടം സ്ഥാപിക്കപ്പെട്ടത്. അതിനു മുകളിൽ തീർത്തും വ്യത്യസ്തമായ എന്നാൽ ഇസ്ലാമിക വാസ്തുവിദ്യയിൽ സർവ്വസാധാരണമായ ഒരു ഡിസൈൻ ഘടകമായ ചന്ദ്രരൂപരേഖ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വേറിട്ട സ്വർണ്ണപ്പണിയോടുകൂടിയ ആ കിരീടം താജ്മഹലിന്റെ എടുപ്പും ആകർഷണീയതയും 10 മടങ്ങ് വർദ്ധിപ്പിച്ചുവെന്ന് മാത്രമല്ല, അത് അക്കാലത്തെ സങ്കീർണമായ നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമാക്കാൻ പോന്നതുകൂടിയായിരുന്നു. ചരിത്രകാരനായ രാജ് കിഷോർ രാജയുടെ നവാരിക് ഇ ആഗ്ര എന്ന പുസ്തകത്തിൽ താജ്മഹലിന് മുകളിലെ സ്വർണ്ണ കിരീടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്വർണം രാജകീയ ട്രഷറിയിൽ നിന്നാണ് എടുത്തതെന്നും ലാഹോറിൽ നിന്നുള്ള കാസിം ഖാനാണ് കിരീട നിർമ്മാണത്തിന് ശ്രദ്ധയോടെയുള്ള മേൽനോട്ടം വഹിച്ചതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രൂപം കൊണ്ട സ്വർണ്ണ മകുടം താജ്മഹലിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ടതോടെ ആ നിർമ്മിതിയുടെ ഭംഗിയും പ്രാധാന്യവും വർദ്ധിച്ചു. 1810 ജോസഫ് ടൈലർ സ്വർണ്ണമകുടം നീക്കം ചെയ്തു എന്നതിലുപരി അദ്ദേഹം അത് മോഷണ തുല്യമായി കൈക്കലാക്കിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. അതേ തുടർന്ന് അദ്ദേഹം താജ്മഹലിന്റെ താഴികക്കുടത്തിൽ ഒരു സ്വർണം പൂശിയ ചെമ്പ് കിരീടം സ്ഥാപിച്ചു. പിന്നീട് സ്വർണം പൂശിയ ആ ചെമ്പ് കിരീടം തുടർച്ചയായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. 1876 1940 സ്വർണം പൂശിയ ചെമ്പ് കിരീടം മാറ്റി സ്ഥാപിക്കപ്പെട്ടു. താജ്മഹലിന് മുകളിൽ ഇന്ന് നിലവിലുള്ള കിരീടം 1940 സ്ഥാപിച്ച 4ാമത്തെ മകുടമാണ്. ജോസഫ് ടൈലർ ആണ് താജ്മഹൽ പണിത കാലത്തെ സ്വർണ്ണ കിരീടം എടുത്തുമാറ്റിയതെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഷ്യവും ആ സംഭവത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. 1857 കലാപകാലത്ത് ബ്രിട്ടീഷ് സൈന്യം താജ്മഹലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അതേ തുടർന്ന് ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി താജ്മഹലിന്റെ മുകളിലെ സ്വർണ്ണ കിരീടം നീക്കം ചെയ്ത് ഉരുക്കിയെന്നും പറയപ്പെടുന്നു. ഇത്തരത്തിൽ വിവിധ ഊഹാപോഹങ്ങളാണ് ആ സ്വർണ്ണ കിരീടം കാണാതായതിനെ ചൊല്ലി നിലനിൽക്കുന്നത്. എന്തുതന്നെയായാലും ഈ അത്ഭുത നിർമ്മിതിയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് സ്ഥാപിക്കപ്പെട്ട സ്വർണ്ണമകുടത്തിന്റെ തിരോധാനം ഒരു ചരിത്ര രഹസ്യമായി തുടരുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.